എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, ഗെറ്റ്സ് ബേബി, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അയ്യർ ഇൻ അറേബ്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഉർവശി, മുകേഷ്, ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സൺനെസ്റ്റിലാണ് അയ്യർ ഇൻ അറേബ്യ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഡൊമിനിക്കിൻ്റെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. OTT കുറേ കാലമായിട്ട് വിറ്റുപോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആമസോൺ പ്രൈം ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചുവെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഡൊമിനിക് എന്ന സിനിമ മെയ് മാസം 30 മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ ഫൂട്ടേജ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം ഫൂട്ടേജിൻ്റെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഫൂട്ടേജ്. ഈ മാസം 30 മുന്നേ ഫൂട്ടേജ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കും. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2018 ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമ ഇപ്പോഴടുത്താണ് റിലീസായത്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. കപ്പ് സിനിമ പരാജയപ്പെട്ടു. മാത്യു തോമസ്, ബേസിൽ, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൈന പ്ലേയാണ് കപ്പ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 25 മുന്നേ കപ്പ് സിനിമ സൈന പ്ലേയിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് രാമചന്ദ്ര. 2023 സിനിമ റിലീസായത്. നിവിൻ പോളിയാണ് സിനിമയിലെ നായകൻ. രാമചന്ദ്രൻ്റെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അമിതാഭ് ബൈജു, ഭാവന തുടങ്ങി ഒരുപാട് പേര് രാമചന്ദ്രയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിൽ രാമചന്ദ്ര റിലീസാവാൻ പോവുകയാണ്. ഈ മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. DNA ഒരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചില്ല. റായ് ലക്ഷ്മി, അന്ന റെജി, അസ്കറാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. മനോരമ മാക്സിൽ ഈ മാസമാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചത്. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ല അഭിപ്രായമാണ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമ നേടിയെടുത്തത്. പക്ഷേ ഇത്രയും കാലമായിട്ട് സിനിമയുടെ OTT വിറ്റു പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസത്തിൽ സിനിമ റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തുടരും സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സിനിമ OTTയിൽ വരാൻ പോവുകയാണ്. മോഹൻലാലിൻ്റെ ഏത് സിനിമയും 28 ദിവസത്തിന് മുൻപ് OTT റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. സിനിമ ഈ മാസം 30 OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തുടരും ഒരു ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. എന്നാൽ ഇപ്പോൾ ഹണ്ട് എത്തിയിരിക്കുകയാണ്. ഹണ്ടിൻ്റെ OTTയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മനോരമ മാക്സ് ഹണ്ട് സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹണ്ട് സിനിമ മെയ് മാസം 23 OTT റിലീസ്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഷാജി കൈലാസാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹണ്ട് ഒരു മിസ്റ്ററി ഹൊറർ സിനിമയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും ഹണ്ട് സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് ഗെറ്റ്സ് ബേബിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഒരു മാസത്തോളം ഓടിയിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ്സ് ബേബി. നിഖില വിമൽ, ഉണ്ണിമുകുന്ദനാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ വീക്കിലെ ഏതെങ്കിലും ഒരു ദിവസം ഗെറ്റ്സ് ബേബി OTT റിലീസ് ചെയ്തേക്കും. മാർക്കോ സിനിമയ്ക്ക് ശേഷം വന്നതായിരുന്നു ഗെറ്റ്സ് ബേബി. അടുത്തൊരു അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന. സിനിമ ഹിറ്റാവുകയും ചെയ്തു. 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ജിംഖാന. തെലുങ്കിൽ സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ജിംഖാനയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ബോക്സിംഗ് മൂവിയാണ്. സിനിമയിൽ ഒരുപാട് കോമഡിയുമുണ്ട്. ലുക്മാൻ അടക്കം ഒരുപാട് യുവതാരങ്ങൾ ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്.
ആമസോൺ പ്രൈമാണ് ജിംഖാനയുടെ OTT ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 25-ന് ആമസോൺ പ്രൈമിൽ ജിംഖാന OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.